ഹിസ്ബുള്ളയ്ക്ക് പേജറൊക്കെ നൽകിയതുമായി ബന്ധപ്പെട്ട് ഒരു സുന്ദരിയായ ക്രിസ്റ്റീന ഉണ്ടായിരുന്നു, ഇടനിലക്കാരിയായിട്ടൊക്കെ നിന്ന. അപ്പോൾ നമ്മൾ പല വാർത്തകളുടെയും പുറകെ പോയോണ്ട് ഈ ക്രിസ്റ്റീനെക്കുറിച്ചൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. ഓർമ്മയിലുണ്ടായിരുന്നില്ലേ ക്രിസ്റ്റീന കൊള്ളാലോ. ക്രിസ്റ്റീനെ കുറിച്ച് മാത്രം, ക്രിസ്റ്റീന ബാർസോണി ആർക്കിഡിക്കാനോ, അതാണ് അവരുടെ പേര്. ആ പേരിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. പേരിൻ്റെ പ്രത്യേകതയൊന്നുമല്ല. 49 വയസ്സുകാരിയ ക്രിസ്റ്റീനയുടെ ഫോട്ടോ കണ്ട ഒരു 18, 20, 25 വയസ്സൊക്കെ തോന്നുള്ളൂ. അതെ, ഒരു കൗതുകമൊക്കെ ഉണ്ടാവും. അതെ. പക്ഷേ എന്നാലും നമ്മുടെ റിൻസിനെ കുറിച്ച് ചോദിച്ചില്ല. അല്ല, സ്വാഭാവികമായിട്ട് ഈ ക്രിസ്റ്റീനയുടെ കാര്യം ചോദിക്കുമ്പോൾ അതിലേക്കൂടെ നമ്മുടെ ഒണ്ടയങ്ങാടിക്കാരൻ ജോസേട്ടൻ്റെയും ഗ്രേസി ചേച്ചിയുടെ മകൻ ജോസ്, നോർവേക്കാരൻ, പുള്ളിയാണ് അവസാനം എത്തിയത്. അദ്ദേഹത്തിൻ്റെ അടുത്താണ്. അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കാതെ ക്രിസ്റ്റീനെ കുറിച്ച് ചോദിച്ചതിൽ ദുരുദ്ദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ക്രിസ്റ്റീനയുടെ അടുത്ത് കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ റിൻസിൻ്റെ കാര്യം പറയുന്നത്, ക്രിസ്റ്റീനയുടെ കാര്യം മാത്രമേ പറയുള്ളൂ. അല്ല സിനു, നമ്മൾ ഈ ഹിസ്ബുള്ള തവിടുപൊടിയായി അല്ലേ? അതെ, തവിട് തലവൻ ഉൾപ്പെടെ ചത്തു മലച്ചു ലിറ്ററലി. അതെ. ഇനിയിപ്പോൾ നേതാവാകുമ്പോൾ ഒരു ആരുമില്ല. 5000-ഓളം ആളുകൾ ഗുരുതരമായി പേജർ പൊട്ടിത്തെറിച്ച് മരിച്ചു. ശരിക്കും ഹിസ്ബുള്ളയ്ക്കെതിരെ വലിയ വിജയമാണ് ഇസ്രായേൽ നേടിയിരിക്കുന്നത്. ഇന്നലെ മീഡിയ വണ്ണിലെ ദാവൂദും നമ്മുടെ റാവുത്തരും കൂടെ ഇരുന്നിട്ട് സമ്മതിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല ഇസ്രായേലിനോട് പിടിക്കാൻ. എന്തൊരു കരച്ചിലായിരുന്നു, സങ്കടം ഇങ്ങനെ അണ്ണപ്പൊട്ടി കണ്ണീരൊഴിയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതൊരു പ്രതീകാത്മകമാണ്. ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിസ്റ്റുകളുടെ എത്ര വലിയ ഹതാശരായി അവർ മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു ഇന്നലത്തെ ഔട്ട് ഓഫ് ഫോക്കസ്. ഞാനിത് കൃത്യമായിട്ട് കാണുന്ന ആളാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ വിഷയം ഉണ്ടാകുമ്പോൾ ഇവർ എന്താ പറയുന്നത് അറിയാനുള്ള നമുക്കൊരു ഒരു സാഡിസ്റ്റ് മനസ്സുകൊണ്ടാണത് കൂട്ടിക്കും, കുഴപ്പമില്ല. അതെ, കരച്ചിൽ, ആ വിഷമമൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകരൊക്കെ ആ സ്ഥാപനത്തിലുണ്ട്. പക്ഷേ ഞാനത് പറയുന്നത് ഒരു മാധ്യമ സ്ഥാപനം എന്നതിൽ നമ്മളെല്ലാ മരണങ്ങളെയും, എല്ലാ കൊലപാതകങ്ങളെയും, എല്ലാ യുദ്ധങ്ങളെയും അപലപിക്കണം. പക്ഷേ ഒക്ടോബർ 7-ന് ഇസ്രയേലിലേക്ക് കടന്നു കയറി സ്ത്രീകളെ പരസ്യമായി മാനഭംഗപ്പെടുത്തി കുഞ്ഞുങ്ങളുടെ തലവെട്ടി നിരപരാധികളെ വെടിവെച്ചു കൊന്ന ഭീകരാക്രമണത്തെ അപലപിക്കാൻ തയ്യാറാവാത്ത, ഇപ്പോഴും പിടിച്ചു കൊണ്ടുപോയ 250ഓളം ബന്ദികളിൽ മഹാഭൂരിപക്ഷത്തെയും തടവിൽ വെച്ചിരിക്കുന്നതിനെ അപലപിക്കാൻ കഴിയാതെ തിരിച്ചു കിട്ടിയ അടിയെക്കുറിച്ച് മാത്രം കരയുന്നതിലാണ് നമുക്ക് വിയോജിപ്പ്. അതും തെറ്റാണ്, ഇതും തെറ്റാണെന്ന് നിങ്ങൾ പറയൂ. അപ്പോൾ ഇവരോട് നമുക്കൊരു അനുഭവം ഉണ്ടാവാം. ഇവരെ ഇങ്ങനെ നമ്മൾ പതുക്കെ ഒന്ന് നൈസായിട്ടൊന്ന് ട്രോളി വിടുകയാണ്. ആ ട്രോളിൽ നമ്മൾ അവസാനിപ്പിക്കാം. ഇത് 2 വശമുണ്ടേ. ഒക്ടോബർ 7 നിങ്ങളപ്പം പറയും പണ്ട് മുതലേ പലസ്തീനെ ദ്രോഹിച്ചിരുന്നു. പലസ്തീൻകാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദ്രോഹക്കറിയാം. ഒരു രാജ്യമുണ്ടായതിൻ്റെ പിറ്റേ ദിവസം ഇസ്രായേലിനെതിരെ യുദ്ധം തുടങ്ങിയത് ആരാണെന്നറിയാം. അവരും മനുഷ്യരല്ലേ, ജൂതന്മാരും. അവർക്കും ഈ ലോകത്ത് ജീവിക്കണ്ടേ. ഒരു കൊച്ചു രാജ്യമുണ്ടാക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയും ബ്രിട്ടനും ഒക്കെ മുൻകൈ എടുത്തൊരു കൊച്ചു രാജ്യം ഉണ്ടാക്കി. അവരവിടെ ജീവിച്ചോട്ടെ എന്ന് വെച്ചാൽ പോരെ. ഇല്ല, ജീവിക്കില്ല. എല്ലാ അവസാനത്തെ ജൂതനെ വരെ കൊല്ലുന്നവരെ യുദ്ധം തുടരും എന്ന് പറയുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതാണ് കുഴപ്പം. അതുകൊണ്ടാണ് നമ്മളത് എതിർക്കുന്നത്. അല്ലാതെ നമുക്ക് മീഡിയ വണ്ണിനോടൊന്നും ഒരു ദേഷ്യവുമില്ല. മാനവികത എന്ന് പറയുന്നത് ജൂതനും മനുഷ്യരാണ്, അല്ലേ? അതുകൂടെ അംഗീകരിക്കണം. ഇസ്രയേലും ഒരു രാജ്യമാണ്, അവർക്കും ഒരു സോവർണിറ്റി ഉണ്ട്. അവരുടെ പരമാധികാരത്തെ കൂടെ അംഗീകരിക്കണം. അല്ലാതെ അവരെ മുടിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുമ്പോൾ നമുക്കത് യോജിക്കാൻ പറ്റില്ല. അത് ലോകത്തൊരിടത്തും ഒരാൾക്കും യോജിക്കാൻ കഴിയില്ല, വർഗീയവാദികൾക്ക് ഒഴികെ. ഇതാണ് നമ്മൾ കരുതുന്ന കാര്യം. അപ്പം നോക്കൂ, ഇതിനകത്ത് ഈ പേജർ ബോംബ് പൊട്ടിയത് ആണ് ഇസ്രയേലിൻ്റെ ഈ വിജയം മുഴുവൻ സമ്മാനിച്ചത്, അല്ലേ? തകർത്ത് തരിപ്പടമാക്കി, അവരുടെ പ്രധാനപ്പെട്ട ആളുകളെ നശിപ്പിച്ചു, അവരുടെ ആത്മവിശ്വാസം തകർത്തു. അവിടെ ഫ്രിഡ്ജ് പോലും ആളുകൾ ദൂരെ കളഞ്ഞെന്ന് പറയുമ്പോൾ എത്രമാത്രം ജനങ്ങൾ ഭയചകിതരായി. അതൊരു സൈക്കോളജിക്കൽ വാറും കൂടിയായിരുന്നു. അതാണ് ഇസ്രയേലിന് അനായാസമായ ഒരു വിജയം കൊടുത്ത് ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസറള്ളയെ വരെ കൊലപ്പെടുത്താൻ, കൊന്നുകളയാൻ പറ്റുന്ന തരത്തിലേക്ക്. ഇറാൻ ആകെ പേടിച്ച് പുറത്തു പോയില്ല. ഇറാനെ സംബന്ധിച്ച് ഇസ്രയേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തുന്ന ഓരോ അടിയും കൊള്ളുന്നത് ഇറാൻ്റെ കവളത്താണ്. ഖമനേയി ഇപ്പോൾ ഒളിവിപ്പോയി, അല്ലേ? അവരുടെ മതത്തലവൻ. മറ്റേ പുള്ളിക്കാരൻ പ്രസിഡന്റ് പെഷസ്കിയാൻ ഇപ്പോൾ അമേരിക്കയിലായതുകൊണ്ട് സേഫാണ്. തിരിച്ചു പോവുമോ ഇല്ലെന്ന് കണ്ടറിയണം. മിക്കവാറും അവിടെ കൂടാൻ സാധ്യതയുണ്ട്. അവിടുത്തെ അടുക്കളയിലോ ടോയ്ലറ്റിലോ വാഷ്റൂമിലോ എല്ലാം കഴിഞ്ഞോളാന്ന് പുള്ളി പറഞ്ഞാലും അത്ഭുതമൊന്നുമില്ല. ഏതായാലും ലോകക്രമത്തിൽ വല്ലാത്ത മാറ്റം ഉണ്ടാക്കി. നോക്കൂ, ഇതിനകത്ത് ചില രാജ്യങ്ങളുടെ പേര്. ആദ്യം തായ്വാൻ എന്ന് പറഞ്ഞല്ലേ? അതെ. AR-924 എന്ന് പറയുന്ന പേജർ. AR-9 ഒരു പൊട്ടിത്തെറിച്ച ലിഥിയം ബാറ്ററിയുടെ പുറകിൽ AR-9 കണ്ടപ്പോഴാണ് ആ സീരീസിലുള്ള പേജർ ആരാ ഉണ്ടാക്കുന്ന നോക്കി. അങ്ങനെ ഒരു തായ്വാൻ കമ്പനി, ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന കമ്പനിയുടെ അടുത്തെത്തി. അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിത് ഉണ്ടാക്കുന്നില്ല. AR-924 എന്ന് പറയുന്ന പേജർ ഉണ്ടാക്കാൻ ഞങ്ങൾ ഹംഗറിയിലെ ബുഡാപെസ്റ്റിലുള്ള
BSC എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കരാർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തായ്വാൻ കഴിഞ്ഞു, അടുത്ത രാജ്യം ഹംഗറി എത്തി. ഹംഗറിയിൽ നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ് അറിയുന്നത് അവിടെ ഈ ഒരു ഓഫീസ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ പ്രൊഡക്ഷൻ ഒന്നുമില്ല, ഒരു ബോർഡ് പോലും ഇല്ലാത്ത സ്ഥാപനമാണ്. അവിടെയാണ് ക്രിസ്റ്റീന ബാർസോണി എന്ന് പറഞ്ഞ കഥാപാത്രം. ഈ കഥാപാത്രത്തെ അന്ന് ബന്ധപ്പെടുമ്പോഴത്തേക്ക് ക്രിസ്റ്റീന പറഞ്ഞു, ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല, ഇത് ഞാനൊരു ഇൻ്റർമീഡിയേറ്ററാണ്, നമ്മൾ വേറൊരു കമ്പനിക്ക് കൊടുത്തു, ബൾഗേറിയയിലുള്ള നോർട്ടെ എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അടുത്ത രാജ്യത്തേക്ക് പോയി. അപ്പം തായ്വാൻ, ഹംഗറി, ബൾഗേറിയ. ഈ ബൾഗേറിയയിൽ കരാർ പിടിച്ചിരിക്കുന്ന റിൻസൺ ജോസ് ഇന്ത്യയിൽ ജനിച്ച് നോർവേക്കാരനാണ്. അപ്പോൾ എത്രയും 5 രാജ്യങ്ങൾ വേണമെന്ന് പറയാം അല്ലേ? തായ്വാൻ, ഹംഗറി, ബൾഗേറിയ, നോർവേ, പിന്നെ വേണമെങ്കിൽ ഇന്ത്യ. അതെ, ഇന്ത്യൻ പൗരനായിരുന്നു. ഇന്ത്യ വേറെ നോർവേ പൗരത്വം സ്വീകരിച്ചോടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് പോയി, പക്ഷെ ജനനം കൊണ്ട് ഇന്ത്യക്കാരനാണെന്ന് പറയാം. ഇത്രയുമാണ് കിട്ടുന്നത്. അതിനുശേഷം ക്രിസ്റ്റീന ബാർസോണിയുടെ ഈ കമൻറ്റിന് ശേഷം BSC ഇതുണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തു, വി ആർ ഇൻ്റർമീഡിയേറ്റർ ആണെന്ന് പറഞ്ഞതിന് ശേഷം ബാർസോണി ക്രിസ്റ്റീനയെ കാണുന്നില്ല. ക്രിസ്റ്റീനയുടെ പ്രൊഫൈലൊക്കെ നോക്കിയപ്പോൾ അവർ കമ്പ്യൂട്ടർ ഗെയിമിംഗ് ഉണ്ടാക്കുന്നു, ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നു, ഒരു മുറിയോ ഓഫീസും ഇല്ല, സ്റ്റാഫും ഇല്ല, ഒന്നും ഇല്ലാത്ത കമ്പനിയുടെ ജോലികൾ, ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നു, കമ്പ്യൂട്ടർ ഗെയിമിങ്സ് ഉണ്ടാക്കുന്നു, പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ചില ഏജൻസിയുടെ കൺസൾട്ടൻസി ജോലി ചെയ്യുന്നു എന്നൊക്കെയാണ് വെബ്സൈറ്റിൽ കണ്ടത്. ഇപ്പോൾ ആ വെബ്സൈറ്റും ഇല്ല. അപ്പോൾ ഈ കാണിച്ച സൂചനകളെല്ലാം പരസ്പര വിരുദ്ധമായ ജോലി അല്ല. ഇപ്പോൾ മനസ്സിലാക്കിയത്, ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം, ഈ BSC എന്ന് പറഞ്ഞ ബുഡാപെസ്റ്റിലെ കമ്പനി, ബുഡാപെസ്റ്റ് അത്യാവശ്യം ജൂതന്മാർക്ക് നല്ല സ്വാധീനമുള്ളൊരു മേഖലയാണ്. അവിടെ ഒരു റിസർച്ച് ഏരിയയിലാണ് ഈ കമ്പനിയല്ല, ഒരു സ്ഥാപനത്തിൻ്റെ ചില്ലിലൊരു കടലാസ് ഒട്ടിച്ചു വെച്ചിരുന്നത്. ആ കമ്പനി മൊസാദ് ഉണ്ടാക്കിയ ഒരു ഷെൽ കമ്പനി ആയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു കമ്പനിയില്ല, വ്യാജ കമ്പനി ഉണ്ടാക്കി ചില ഇടപാടുകൾ നടത്താൻ വേണ്ടി തട്ടിക്കൂട്ടിൽ പേരിനൊരു കമ്പനി ഉണ്ടാക്കും. അതിനുവേണ്ടി മൊസാദ് ഉണ്ടാക്കിയ ഒരു ഷെൽ കമ്പനി ആയിരുന്നു ഈ ക്രിസ്റ്റീന CEO ആയിരുന്നു, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥർ ചിലപ്പോൾ വേറെ ആളുകളായിരിക്കാം, ആരാണെന്ന് അറിയില്ല. അതേ സംബന്ധിച്ച് അന്വേഷണവും നടക്കുന്നില്ല. ഒരു കാര്യം വ്യക്തമായി, ബാക്ക് കൺസൾട്ടൻസി KFT എന്ന് പറയുന്ന ഈ കമ്പനി ഒരു ഷെൽ കമ്പനിയാണ്. അവർ ഇതിന് മുമ്പ് ഒരു ഇടപാട് നടത്തിയിട്ടില്ല. ആകെ മൊത്തം ടോട്ടൽ നടത്തിയിട്ടുള്ള ഇടപാട് ഈ പേജർ ഇടപാട് അവർ BSC എന്ന് പറഞ്ഞ കമ്പനി അപ്പോളോ ഗോൾഡിൽ നിന്ന് വാങ്ങിയിട്ട് നേരെ ആർക്ക് കൊടുത്തു? നമ്മുടെ റിൻസൻ്റെ കമ്പനിക്ക് കൊടുത്തു. അതിനുശേഷം അപ്പം നോക്കൂ, മൊസാദ് ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കി, അതിൻ്റെ തലപ്പത്ത് ക്രിസ്റ്റീന എന്ന് പറഞ്ഞൊരു സുന്ദരി വന്നാൽ ഒരു പോസിബിലിറ്റി, ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പാവപ്പെട്ട പെൺകുട്ടി വന്ന് ജോലിക്ക് കയറി എന്ന് വേണമെങ്കിൽ നിഷ്കളങ്കരെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരിടപാടുമില്ല, ചുമ്മാ ഒരു കസരയിട്ട് അവിടെ വന്നിരുന്ന് പണിയെടുത്തോ എന്ന് പറഞ്ഞാൽ ആര് ശമ്പളം കൊടുക്കും? അപ്പോൾ കൃത്യമായും മൊസാദ് റിക്രൂട്ട് ചെയ്ത, മൊസാദിൻ്റെ ഡയറക്റ്റ് ബന്ധമുള്ള, അല്ലെങ്കിൽ ഒരു അണ്ടർ കവർ ഓഫീസർ, അല്ലെങ്കിൽ മൊസാദ് ഹയർ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം, വാടകയ്ക്കെടുത്ത ഒരു ഇടനിലക്കാരിയായിരിക്കാം ക്രിസ്റ്റീന ബാർസോണി. ഏതായാലും മൊസാദിൻ്റെ ചാരശൃംഖലയിൽ നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ള ഒരാളാണെന്ന് ക്രിസ്റ്റീന ഇന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. അതിനുശേഷം നടന്നൊരു സംഭവം, ക്രിസ്റ്റീനയുടെ അമ്മയുടെ പേര് ബിയാട്രിസ് ബാർസോണി ആർക്കിഡിക്കാനോ എന്നാണ്. ബിയാട്രിസിനോട് കഴിഞ്ഞ ദിവസം വിദേശ മാധ്യമ പ്രവർത്തകർ എവിടെ ക്രിസ്റ്റീന എവിടെ എന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടി രസകരമാണ്. ക്രിസ്റ്റീന എവിടെയെന്ന് എനിക്കറിയത്തില്ല, അവളെ ഹംഗേറിയൻ സീക്രട്ട് സർവീസ് ഏജൻസി കൊണ്ടുപോയി, അവരുടെ സംരക്ഷണയിലാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഹംഗറിയിൽ നമ്മുടെ CBI പോലെ, അമേരിക്കയുടെ FBI പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യാന്വേഷണ ഏജൻസി വന്നിട്ട് ക്രിസ്റ്റീന ബാർസോണിയുടെ സംരക്ഷണ ചുമതല അവരേറ്റെടുത്ത് ക്രിസ്റ്റീനയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ജയിലിലല്ല, അവരുടെ സംരക്ഷണയിലാണ്. അമ്മയ്ക്കറിയാം, അതായത് നമ്മുടെ ബിയാട്രിക്സിനറിയാം, ബിയാട്രിക്സിനറിയാം ഇവരെവിടെയാണെന്ന്. പക്ഷേ അവർ പറയുന്നത് ഹംഗറിയുടെ രഹസ്യാന്വേഷണ സേനയുടെ സംരക്ഷണയിലാണ് എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ഈ റിൻസനെക്കുറിച്ച് അന്വേഷിച്ചില്ല. റിൻസനെക്കുറിച്ച് പറയുമ്പോൾ റിൻസൺ അവിടെയുള്ള ഒരു DN എന്ന് പറയുന്ന ഒരു PR ഏജൻസിയിലെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു എന്നാണ്
പുറത്തു വരുന്നവർ ബൾഗേറിയയിൽ നിന്നുള്ള സോഫിയയിലുള്ള കമ്പനിയാണ്. അപ്പോൾ ഓസ്ലോ പോലീസ് ഒരു കേസെടുത്തിട്ടുണ്ട്. ആ കമ്പനി പറയുന്നു 17-ാം തീയതി ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിനായി ബോസ്റ്റണിലേക്ക് റിൻസൺ പോയി, പിന്നെ റിൻസനെ കുറിച്ച് ഊരയില്ല. അതുകൊണ്ട് അവരൊരു മാൻ മിസ്സിങ്ങിന്, ക്രിമിനൽ കുറ്റം ചെയ്തതൊന്നുമല്ല, ഒരാളെ കാണാനില്ല, എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ച് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞ് ഒരു ഇൻ്റർനാഷണൽ വാറണ്ട് മാൻ മിസ്സിങ്ങിന് റിൻസനെതിരെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാകുന്നത് റിൻസൺ ബോസ്റ്റണിലേക്ക് പോയെങ്കിൽ ബോസ്റ്റണിലുണ്ടാവാം, റിൻസൺ അവിടെയുണ്ട്. പക്ഷെ ക്രിസ്റ്റീന എവിടെയെന്ന് അറിയില്ല. ക്രിസ്റ്റീന ഒരുപക്ഷെ ഇപ്പോൾ ടെൽ അവീവിലുണ്ടാവാം, സുരക്ഷിതമായി ഇസ്രയേലിൻ്റെ തലസ്ഥാനത്തുണ്ടാകും. ക്രിസ്റ്റീന ബാർസോണി അർക്കിഡിക്കാനോ എന്നൊക്കെ കേൾക്കുമ്പോൾ അതിനൊരു ഇസ്രയേൽ പേരിനോടൊക്കെ സ്വാമിയൊക്കെ വരാം. ക്രിസ്ത്യൻ പേരാണ്, ഇസ്രയേലി പേരുമായിട്ട് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഏതായാലും ക്രിസ്റ്റീന ബാർസോണിക്ക് കൃത്യമായ ഇസ്രയേലി ബന്ധങ്ങളുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ വരുന്നുണ്ട്. ഒരു സുന്ദരിയായ ചാര വനിത, എനിക്കൊന്ന് വരും കാലത്ത് ഈ സ്പൈസിനെ കുറിച്ച്, സ്പൈ ഉണ്ടല്ലോ, ചാരപ്രവർത്തനം നടത്തിയവരുടെ പേര് പറയുമ്പോൾ ഇവരുടെ പേര് തങ്കലിപികളിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു പേരാണ് ക്രിസ്റ്റീന ബാർസോണി. ഒരു ലോകത്തെ മാതാഹരി എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രസിദ്ധിയായ ചാര സ്പൈ ഉണ്ടായിരുന്നു, ജപ്പാൻ്റെ ആയിരുന്നു മാതാഹരി എന്ന് പറയുന്ന പോലെ ക്രിസ്റ്റീന ഇസ്രയേലിൻ്റെ വലിയ വിജയം സമ്മാനിച്ച അവരുടെ ഏറ്റവും മികച്ച ഒരു ഏജൻ്റായിട്ട് അറിയപ്പെട്ടാലും അത്ഭുതമില്ല. അപ്പോൾ എന്തായാലും ക്രിസ്റ്റീന സുരക്ഷിതയാണ്. ക്രിസ്റ്റീനയുടെ പേരിൽ ഇനി സിനിമയൊക്കെ ഇറക്കാം. മാതാഹരി എന്നുള്ള പേരിൽ സിനിമയൊക്കെ വന്നിട്ടുണ്ട്. ക്രിസ്റ്റീനയുടെ പേരിലും സിനിമ വരാം. അപ്പം പ്രേക്ഷകർക്കൊക്കെ സന്തോഷമായിരിക്കും സുന്ദരിയായ ക്രിസ്റ്റീനെ കാണാം. ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് അത് ചോദിച്ചത്. അതെ, മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി, പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. സിനിമ എന്തായാലും സന്തോഷവാനാണല്ലോ, മതി.